ഹായ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നലെ താമസിച്ച സ്ഥലത്ത് നിന്ന് എന്തായാലും ചെക്കൗട്ട് ചെയ്യണം. ഓരോ റൂംസാണ് നമ്മൾ ഇന്നലെ എടുത്തത്. പക്ഷെ അവിടെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുവാണ്. ആ ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ ഇന്നലെ വന്നപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയും ടയേർഡായിട്ടാണ് ഇന്നലെ വന്നത്. അപ്പം ഇവിടെ രാവിലെ എടുത്തപ്പോൾ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ആ ഫ്രണ്ട് ഓഫീസിൻ്റെയും കാര്യങ്ങളകത്താക്കി എന്തായാലും ആ ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് എടുത്തായിരുന്നു. അതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അത് അറിയില്ല, റൂമിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും കല്യാൺ എന്ന് പറയുന്നൊരു റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. നമുക്ക് 27-ാം തീയതി വെളുപ്പിന് 12 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ എന്തായാലും പോസ്റ്റാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ച കാണാം. അപ്പോൾ അവിടുന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, ബൈ. നമുക്ക് സേഫ് ആക്കേണ്ട ഒരു സാധനം മാത്രമേ ഉണ്ടാകുള്ളൂ, നമ്മുടെ ബാഗ്. മുടിയുടെ കൂരം ഭയങ്കര വളർന്നല്ലേ, ഓവറായിട്ട് വളർന്നു, മുടിയും താടിയൊക്കെ വളർന്ന്. ഞാൻ മറ്റേ ഭ്രാന്തൻ്റെ ലുക്ക് പോലെ ഉണ്ട് ഇപ്പോൾ. എന്തായാലും നാട്ടിൽ വന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് കളയാൻ, താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി ഷേപ്പാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ബാഗൊന്ന് സേഫാക്കി വെക്കണം. അല്ല, നമ്മൾ കഴിഞ്ഞ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയിൽ നമ്മൾ ആഗ്രഹം മൺസൂരേക്ക് പോകുന്ന വഴിക്ക് വെച്ച് കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ ഫോൺ പോയ കാര്യം നമ്മൾ എൻ്റെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എൻ്റെ ചാനലിലൂടെ തന്നെ ഇട്ടിട്ടില്ല. എന്നിട്ട് 1-2 വീഡിയോ കൂടെ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഒന്ന് തലവ് എന്നെഞ്ചിൽ വിജയനെ കാണാൻ പോയതും പിന്നെ എൻ്റെ നാട്ടിലെ ഫുട്ബോൾ മാച്ചും, അത് 2 മാത്രമേ ഇട്ടുള്ളൂ. അത് എടുത്തത് എൻ്റെ ഫോണിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ ബഡ്ജറ്റ് യാത്ര പോയപ്പോൾ എടുത്ത ഫോൺ എന്നൊരു ഐഫോണായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഇന്ന് അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു അറിവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറേ പേര് കമൻറ്റ് രൂപത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ നിൻ്റെ റീച്ചിന് വേണ്ടി നീ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ, തള്ള് കാര്യങ്ങളൊക്കെയാണ്. അല്ല, നമ്മൾ ജെനുവിനായിട്ടുള്ള കാര്യമാണ് വെച്ചാൽ നമ്മൾ ലൈവിലൂടെ തന്നെ പറഞ്ഞത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് നമ്മൾ അത് നിങ്ങളിലൂടെ എത്തിച്ചു. പക്ഷേ നിങ്ങൾ തന്നെ ഓർക്കത്തില്ലേ, ഇത്രയും വീഡിയോ ചെയ്തിട്ട് പിന്നെ ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ
വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നവരൊക്കെ കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക, ഓളെന്നുള്ള ബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ ജോസൂട്ടൻ വ്ളോഗ്സിൽ ജോസൂട്ടൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് മുംബൈയിലാണ്. മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷൻ്റെ പറ്റാണ്. അപ്പോൾ നമ്മുടെ ബാഗ് എന്തായാലും ഇവിടെ ഈ കാണുന്ന എൻ്റെ ബാഗിൽ കാണുന്ന ആ ഒരു ഡോറിലൂടെ അകത്തോട്ട് കയറണം. അവിടെ നമുക്ക് വീഡിയോ അലോഡ് ഇല്ല. അവിടെ ക്ലോക്ക് റൂമുണ്ട്, അവിടെ വെച്ചു. അവിടെ നമ്മൾ എൻ്റെ ബാഗ് കാര്യങ്ങളെല്ലാം അവിടെ വെച്ചു. ഇനി എന്തായാലും നമുക്ക് എന്തായാലും കട്ട പോസ്റ്റാണ്. നാളെ വെളുപ്പിന് 5:30ക്കാണ് ട്രെയിൻ ഇവിടുന്ന്. എങ്ങോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, എന്തായാലും അതൊരു സസ്പെൻസാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു 2 എപ്പിസോഡായിട്ടൊക്കെ വരാം, അല്ലെങ്കിൽ 3 എപ്പിസോഡായിട്ട് വരാം. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാം. എന്തായാലും പോസ്റ്റാണ്, വെളുപ്പിന് 5:30 വരെ എന്തായാലും പോസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അത്യാവശ്യം കുറച്ച് അവിടുന്ന് എന്തായാലും നമ്മൾ ഇന്നലെ വേറെ റൂം എടുത്തായിരുന്നു. മാൻപാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ മാൻപാടി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ റൂമാണ് എടുത്തത്. പക്ഷേ റൂം നമുക്ക് പറയാൻ പറ്റത്തില്ല, വലിയ ഒരു എന്താ പറയുക, നല്ല അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. നമുക്കൊന്ന് സ്റ്റേ ചെയ്യല്ല. എന്തായാലും എന്തായാലും ഉറക്കം പോകും, ഇന്ന് പോകും. അപ്പോൾ ഇന്നലെ ഉറക്കം പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണം. നമ്മൾ ആ ഒരു യാത്ര പോയിട്ട് എനിക്ക് എങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ചത്തോളം ഹോസ്പിറ്റലിൽ കേസായിട്ട് കാര്യങ്ങളായിട്ടൊക്കെ നടക്കേണ്ടി വന്നു. അത്യാവശ്യം ഉറക്കോ കാര്യങ്ങളൊന്നും കിട്ടാൻ കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കാരണം നമ്മൾ ഒരു ദിവസം ഒന്ന് കിടന്നുറങ്ങണമല്ലോ, മനസ്സമാധാനമായിട്ട് കിടന്നു. നല്ല തന്നെയായിരുന്നു. അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല അടിപൊളി, നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് തരും. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും, ഇപ്പോൾ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം കൊണ്ടുവരും. പക്ഷെ നമ്മൾ അഡീഷണൽ പൈസ അടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വേണമെന്നൊന്നും പറഞ്ഞില്ല. ആകപ്പാടെ ഈ ഒരു ബോട്ടിൽ വെള്ളം മാത്രമേ മേടിച്ചുള്ളൂ. 20 രൂപ മേടിച്ചു. അതെന്തായാലും നാട്ടിൽ നമ്മുടെ 20 രൂപ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ ഞാൻ എന്തായാലും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. ഫ്രണ്ടിലെ കാര്യങ്ങളൊക്കെ എടുത്തത് എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോയിൽ വരുന്ന കുറച്ച് വിഷയം, പിന്നെ ഇവിടുത്തെ കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തായാലും ബാക്കി എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ആ കാഴ്ചകളൊക്കെ കണ്ടു. എന്തായാലും അവിടെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുള്ളൂ, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ കുറേ കിടന്നുറങ്ങി. അവസാനം കല്യാൺ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണുന്നില്ല. ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്ന വ്യൂ കാണുന്നത്. അതുപോലെ തന്നെ 1ാമത്തെ കൗണ്ടറാണ്. ഇവിടെ തന്നെ ഒരു 3 കൗണ്ടറുണ്ട് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്നു നോക്കാം. ഇത് മുകളിലോട്ട് കയറി വരുമ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിലോട്ടും പോകുന്ന വഴികളാണ്. അപ്പോൾ ഞാൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിഞ്ഞത്. നേരെ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. കല്യാണം എന്നൊക്കെ എഴുതി വെച്ച ഒരു ബോർഡൊക്കെ കാണാൻ സാധിക്കും. അവർ എത്ര പേര്. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോ കിടക്കണം. കണ്ടാ ഒരു ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഓട്ടോകൾ കാര്യങ്ങളൊക്കെയാണ്. നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് മേടിക്കും വരെ. കാരണം ഞാൻ കൂടുതലും അങ്ങനെ റേറ്റ് കാര്യങ്ങളൊന്നും ചോദിച്ചു. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ബാഗ് എടുത്തു ഇവിടുന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ CRPF ഉദ്യോഗസ്ഥരില്ല, സാറന്മാർ, അവർ വന്ന് ചോദിച്ച് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കേരളത്തിലേക്കാണ്, എത്ര മണിക്കാണ് വണ്ടി എന്ന് ചോദിച്ചു. നമ്മൾ 5:30ക്കാണ് വണ്ടി. അപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, 6ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകണമെന്ന് പറയും. അപ്പോൾ നമ്മളെന്തായാലും 6ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോയാൽ അവിടുന്ന് പിന്നെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. അപ്പം എന്തായാലും നമുക്ക് അവിടുന്ന് ഇവിടം വരെ വരവ് നടക്കത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തായാലും നമുക്ക് ബാഗ് എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ബാഗ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇനി എന്തായാലും അങ്ങോട്ട് പോകണം, ഒരു കാഴ്ചകളൊക്കെ കണ്ടുവരാൻ. അത്യാവശ്യം ഞാൻ ഇങ്ങനെ പിടിക്കാത്ത കുറേ പേര് ബാക്കിൽ കിടന്ന് നല്ല തന്നെ ഉറങ്ങുന്നുണ്ട്. അതാണ് ഞാൻ കൂടുതലും അങ്ങനെ എടുക്കാൻ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. നമുക്ക് അടുത്ത എപ്പിസോഡ് ഇവിടുന്ന് തന്നെ കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കും ബൈ. ഇത് പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ വാർത്തുക, ഓളെന്നുള്ള ബട്ടൺ കൂടെ വാർത്തുകയാണെങ്കിൽ ജോസൂട്ടൻ വ്ളോഗ്സിൽ ജോസൂട്ടൻ എന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ.